ജനാധിപത്യത്തിന്റെ നാലാം സ്തംഭമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങളുടെ നാവരിയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിക്കാതെ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ കൂട്ടത്തോടെ പ്രവർത്തനരഹിതമാക്കപ്പെടുന്നത് വെറുമൊരു സാങ്കേതിക പിഴവല്ല, മറിച്ച് വിയോജിപ്പിന്റെ സ്വരങ്ങളെ ഭരണകൂടത്തിനു വേണ്ടി കോർപ്പറേറ്റ് ഭീമന്മാർ വെട്ടിനിർത്തുന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റഗ്രാം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകൾ യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഭരണകൂടത്തെ പ്രീണിപ്പിക്കുന്ന വിദ്വേഷവും വർഗീയതയും പടർത്തുന്ന ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ യാതൊരു തടസ്സവുമില്ലാതെ വിഹരിക്കുമ്പോഴാണ് സത്യം പറയുന്നവർക്ക് പൂട്ടുവീഴുന്നത്. RSSനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ പങ്കുവച്ചവർക്കും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ എപ്സ്റ്റീൻ ഫയലുകളിൽ ഭരണാധികാരികളുടെ പേര് പരാമർശിച്ചവർക്കുമെതിരെയാണ് ഈ നടപടി എന്നത് ഏറെ ഗൗരവകരമാണ്. സത്യത്തെ ഭരണകൂടം ഭയക്കുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. സത്യവും നീതിയും നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടത്തിന് മാധ്യമങ്ങളെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ അടിത്തറ ഇളകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ്. അൽഗോരിതങ്ങളെ ഉപയോഗിച്ച് വിയോജിപ്പുകളെ അടിച്ചമർത്താം എന്നത് ഒരു വ്യാമോഹം മാത്രമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അതൊരു ടെക് കമ്പനിയുടെയോ ഭരണാധികാരിയുടെയോ ദയയല്ല. ഞങ്ങൾ ഇനിയും രാഷ്ട്രീയം പറയും. അടിച്ചമർത്താൻ ശ്രമിക്കും തോറും പുതിയ വഴികളിലൂടെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഒരു അക്കൗണ്ട് റദ്ദാക്കിയാൽ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ വിരൽ ചൂണ്ടും. സത്യം പുറത്തു വരുന്നത് വരെ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യുന്നത് തുടരുക തന്നെ ചെയ്യും. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ മാധ്യമധർമ്മം മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടു പോകും. ഭയപ്പെടുത്തി നിശബ്ദമാക്കാമെന്നത് കേവലം മിഥ്യാധാരണ മാത്രമാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, കൂടുതൽ കരുത്തോടെ, കൂടുതൽ ഉറക്കെ. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.